അന്ന് കൃത്യമായി പറഞ്ഞാൽ ജൂൺ 23, 2019 ഡൽഹിയിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അവിടെ ഒരു ചെറിയ വീട്ടിലായിരുന്നു റാണി എന്ന് പറയുന്ന സ്ത്രീയും അവരുടെ ഫാമിലിയും താമസിച്ചിരുന്നത്. എന്നത്തെയും പോലെ തന്നെ രാവിലെ 5 മണിക്ക് അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയായിരുന്നു. അതിനുശേഷം തൻ്റെ ഭർത്താവിനും കുട്ടികൾക്കുമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു. വീട്ടിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ നേരെ തൻ്റെ ജോലി സ്ഥലത്തോട്ട് നടന്നു പോവുകയായിരുന്നു. ഏകദേശം 8 മണിയൊക്കെ സമയമായിട്ടുണ്ടാവും. വസന്ത് വിഹാറിലുള്ള ഒരു ഫ്ലാറ്റിലായിരുന്നു അവർ വീട്ടുജോലിക്കായിട്ട് പോകാറുണ്ടായിരുന്നത്. പ്രായമായിട്ടുള്ള മധുർ ദമ്പതികളായിരുന്നു ആ ഒരു വീട്ടിൽ താമസിച്ചിരുന്നത്. അപ്പോൾ എന്നും രാവിലെ തന്നെ ഇവർ ആ ഒരു വീട്ടിലോട്ട് പോകും. എന്നിട്ട് അവർക്ക് വേണ്ടുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും. അതേപോലെ തന്നെ ആ ഒരു വീടൊക്കെ ക്ലീൻ ചെയ്യും. ഇനിയിപ്പോൾ അവരവിടെ ഇല്ലാത്ത ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഇവർക്ക് സ്പെയർ കീയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവർ നേരെ വീട്ടിലോട്ട് കയറിയിട്ട് വീട് ക്ലീനൊക്കെ ചെയ്തു പോകും. അത്രത്തോളം വിശ്വാസമായിരുന്നു ആ ഒരു ജോലിക്കാരിയെ അവർക്ക്. അപ്പോൾ ആ ഒരു ദിവസം തൻ്റെ ജീവിതത്തിൽ തന്നെ മറക്കാനാകാത്ത അത്രത്തോളം ഭയപ്പെടുത്തുന്ന ഒരു ദിവസമായിട്ട് മാറുമെന്നുള്ളത് ആ സമയത്ത് ആ സ്ത്രീ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ നേരെ തന്നെ ആ ഒരു ഫ്ലാറ്റിൻ്റെ മുന്നിലെത്തി കോളിംഗ് ബെൽ അടിച്ചു. അപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ഗ്രില്ല് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്താണ് ഇവർ ഗ്രില്ല് ലോക്ക് ചെയ്യാത്തത് എന്നുള്ളൊരു സംശയം അവർക്ക് ഉണ്ടായിരുന്നു. അവരതേപോലെ തന്നെ ആ ഒരു ഗ്രില്ല് തുറന്നു നോക്കുമ്പോൾ അകത്തെ ഡോറും ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുവിധം ഒരു സംശയത്തോടും പേടിയോടും കൂടിയിട്ട് തന്നെയാണ് അവർ അന്നത്തെ ദിവസം ആ ഒരു വീടിനകത്തോട്ട് കയറിയത്. വീടിൻ്റെ അകത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ യാതൊരു സൗണ്ടും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആകെ ഫാൻ കറങ്ങുന്ന സൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത്രത്തോളം സൈലൻസ് അവർ കയറുന്ന സമയത്ത് ആ ഒരു വീട്ടിൽ ഉണ്ടാകാത്തതാണ്. അപ്പോൾ ഒരുവിധത്തിലുള്ള ഒരു പെടപ്പോട് കൂടിയിട്ട് തന്നെയായിരുന്നു അവർ ആ ഒരു വീടിനകത്തോട്ട് കയറിയത്. നേരെ തന്നെ അവർ പോയത് കിച്ചണിലോട്ടായിരുന്നു. കിച്ചണിലെത്തി ആ ഒരു കാഴ്ച കണ്ട അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ച് പോവുകയായിരുന്നു. അവിടെ ഒരു 10-23 വയസ്സുള്ള പെൺകുട്ടി ശരീരം മുഴുവൻ വെട്ടേറ്റ് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവർ കണ്ടത്. ഇത് കണ്ട് ഞെട്ടിത്തെരിച്ച് അവർ നേരെ തന്നെ ആ ഒരു എൽഡേർലി കപ്പിള് എന്താ പറയുക അവരുടെ റൂമിലോട്ട് പോയി നോക്കുമ്പോൾ അവർ രണ്ടുപേരും ഇതേപോലെ തന്നെ എന്താ പറയുക വെട്ടേറ്റ് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. ഇതൊക്കെ കൂടെ കണ്ട് അവരാകെപ്പാടെ ഷോക്ക് ആവാണ്. അപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ ഒരു വീട്ടിലെ ഹാളിൽ ഇതേപോലെ തന്നെ ഒരു പെപ്സി ബോട്ടിൽ കുറച്ച് പെപ്സി ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 ഗ്ലാസ് ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബീഡി കുറ്റികളും അതേപോലെ തന്നെ സിഗരറ്റിൻ്റെ കുറ്റികളും ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കൂടെ കണ്ട് ആകെപ്പാടെ പാനിക്കായ അവർ വലിയ വായിൽ ഒച്ച വെക്കുകയായിരുന്നു. ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഈ ഒരു ഒച്ച കേട്ടിങ്ങായിട്ട് ചുറ്റുവട്ടത്തുള്ള ആളുകളെല്ലാവരും തന്നെ അങ്ങോട്ട് ഓടിയെത്തുകയും ചെയ്തു. അവർ ആ ഒരു ഫ്ലാറ്റിനകത്ത് കയറി നോക്കിയപ്പോൾ ഈ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഉടനെ തന്നെ അവിടെ കൂടിയിരുന്നവരിൽ ചിലർ വസന്ത് വിഹാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. യെസ്, ഡൽഹിയെ തന്നെ ഞെട്ടിച്ച 3 കൊലപാതകങ്ങളായിരുന്നു അന്നത്തെ ദിവസം ആ ഒരു വീടിനകത്ത് നടന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ആരാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെല്ലാം തന്നെ ചെയ്തത്? പോലീസുകാർ അവരെ കണ്ടെത്തിയോ ഇല്ലയോ? എങ്ങനെയാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ നടന്നത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ആ ഒരു വീട്ടിൽ 80 വയസ്സുള്ള വിഷ്ണു മാഥൂറും അതേപോലെ തന്നെ ആളുടെ വൈഫായിട്ടുള്ള ശശി മാഥൂറും ആയിരുന്നു താമസിച്ചിരുന്നത്. അവരുടെ പ്രായം 75 ആയിരുന്നു. ഏകദേശം 15 വർഷങ്ങൾക്ക് മുൻപ് 2004 വസന്ത് വിഹാറിലെ ആ ഒരു ഫ്ലാറ്റ് വിഷ്ണു പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും റിട്ടയർഡ് ഉദ്യോഗസ്ഥരായിരുന്നു കേട്ടോ. വിഷ്ണു ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ശശി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, അതായത് ഡൽഹി ഗവൺമെന്റിന്റെ അണ്ടറിൽ ഹോസ്പിറ്റലിൽ അവർ നേഴ്സായിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടുപേർക്കും പെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫൈനാൻഷ്യലി അത്യാവശ്യം സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലി തന്നെയായിരുന്നു അവരുടേത്. ഈ കപ്പിളിന് 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ആൺകുട്ടിയും അതേപോലെ തന്നെ ഒരു പെൺകുട്ടിയും. അജയ് എന്നായിരുന്നു ആൺകുട്ടിയുടെ പേര്, അമിത എന്നായിരുന്നു പെൺകുട്ടിയുടെ പേര്. എന്നാൽ കുറേ വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1990 ഈ ഒരു ഫാമിലിയിൽ ഒരു ദുരന്തം നടക്കുകയാണ്. ഈ അജയ് എന്ന് പറയുന്ന പയ്യൻ ആ സമയത്ത് ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ദുഃഖത്തിൽ ആ ഒരു ഫാമിലി ഇങ്ങനെ എന്താ പറയുക, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും മകൻ മരിച്ച ആ ഒരു ദുഃഖം അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഇതിലൊക്കെ തന്നെയായിരുന്നു അവർ ഒറ്റയ്ക്ക് അവരുടെ ആ ഒരു വയസ്സാങ്കാലം ഇങ്ങനെ മുന്നോട്ട് തള്ളി നീക്കുന്നുണ്ടായിരുന്നത്. അതിനിടയിലാണ് ഇങ്ങനെയുള്ള ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. ഗ്രേറ്റർ കൈലാഷ് ഏരിയയിലോട്ടായിരുന്നു അമിതയെ വിവാഹം കഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ ആ ഒരു ഹസ്ബൻഡിൻ്റെ ഫാമിലിയുടെ കൂടെയായിരുന്നു അവർ താമസിക്കുന്നുണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് തൻ്റെ പാരൻസിനെ വിസിറ്റ് ചെയ്യാനായിട്ട് അവർ ഇങ്ങോട്ട് വരുന്നതും പതിവായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു വിവരം അറിഞ്ഞ പോലീസുകാർ നേരെ അങ്ങോട്ട് എത്തുകയാണ്. അവർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു ക്രൈം സീൻ തന്നെയായിരുന്നു അത്. അതിനോടൊപ്പം തന്നെ ഫോറൻസിക് ടീമിനെയും ഡോഗ് സ്ക്വാഡിനെയും കൂടെ പോലീസ് ഉദ്യോഗസ്ഥർ വിവരം അറിയിക്കുകയാണ്. അവരും അങ്ങോട്ട് എത്തുകയാണ്. അവരും അവരുടെ അന്വേഷണവും കാര്യങ്ങളും തുടരുകയായിരുന്നു. ഫോറൻസിക് ഉദ്യോഗസ്ഥർ നേരെ അങ്ങോട്ടെത്തി ആ ഒരു വീട് മുഴുവൻ അരിച്ചു പറക്കിയിട്ടും അവർക്ക് വേറെ ഫിംഗർ പ്രിന്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല.
അതേപോലെ തന്നെ ആ ഹാളിൽ ഇരുന്നിരുന്ന പെപ്സി ബോട്ടിലില്ലേ, അതിൽ പെപ്സി ആയിരുന്നില്ല, മദ്യമായിരുന്നു. ആ 2 ഗ്ലാസ്സുകളിലും മദ്യം ഒഴിച്ചിട്ടും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവിടെ സിഗരറ്റിന്റെയും ബീഡികളുടെയും കുറ്റി കിടക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് ആ ഒരു കില്ലേഴ്സ് വന്നിട്ട് മദ്യപിച്ചതായിരിക്കാമെന്നും അവർ സ്മോക്ക് ചെയ്തതായിരിക്കാമെന്നുള്ള ഒരു അസംഷനിലോട്ടാണ് ആദ്യം തന്നെ പോലീസുകാരെത്തിയത്. അപ്പോൾ 2 പേരായിരുന്നിട്ടുണ്ടാകാം ഇത്തരത്തിലുള്ള ആ ഒരു ക്രൂരകൃത്യം നടത്തിയിട്ടുണ്ടാവുക. പിന്നെ പോരാത്തതിന് ഫോഴ്സ്ഡ് ആയിട്ടുള്ള എൻട്രിയോ കാര്യങ്ങളോ ഒന്നും തന്നെ നടന്നതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടായിട്ടില്ല. നൈബേഴ്സിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ വേറെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ആ ഒരു ഫ്ലാറ്റിൽ നിന്ന് തലേ ദിവസം കേട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് പരിചയമുള്ള ആരോ ആണ് ഇത്തരത്തിലുള്ള ആ ഒരു കൃത്യം ചെയ്തതിൻ്റെ പിന്നിൽ എന്നുള്ള ഒരു അസംഷനിലോട്ടും പോലീസുകാരെത്തുകയായിരുന്നു. അതുപോലെ തന്നെ ഒരു വിഷ്ണുവിനെ കുറിച്ചും ശശിയെ കുറിച്ചും ഏറ്റവും കൂടുതലായിട്ട് പോലീസുകാരെ അന്വേഷിച്ചപ്പോൾ ആ ഒരു സ്ത്രീയുടെ മുട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് മര്യാദക്ക് നടക്കാനൊന്നും പറ്റാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ അത്യാവശ്യമില്ലാതെ അവർ ആ ഒരു ഫ്ലാറ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാറുണ്ടായിരുന്നില്ല. പിന്നെ വിഷ്ണു ആണെന്നുണ്ടെങ്കിൽ എന്നും രാവിലെ മോർണിംഗ് വാക്കിന് പോകും. പിന്നെ അവിടെ അടുത്ത് അമ്പലമുണ്ട്, ആ ഒരു അമ്പലത്തിൽ പോയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും. അങ്ങനെയായിരുന്നു ആളുടെ ഒരു റൊട്ടീനൊക്കെ. ഇതിൻ്റെ തലേ ദിവസം ആ ഒരു വിഷ്ണുവിനെ നൈബേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു അമ്പലത്തിലും അതേപോലെ തന്നെ റോട്ടിലും ഒക്കെ കേട്ടോ. എന്നാലും ആ ഒരു സമയത്ത് പോലീസിന് പിടികിട്ടാതിരുന്നിരുന്നൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് ആ ഒരു രാത്രി ആരും അറിയാതെ യാതൊരു സൗണ്ടും ഉണ്ടാക്കാതെ ഇവരൊരു ക്രൈം കമ്മിറ്റ് ചെയ്തതെന്നുള്ളതായിരുന്നു. അപ്പോൾ പോലീസുകാർ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ചെയ്തത് റാണിയെ തന്നെയാണ്. ആദ്യം അവർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നതും റാണിയെ തന്നെയാണ്. കാരണം ഈ ഒരു ക്രൈം സീൻ ആദ്യം കണ്ടത് അവരാണ്. അതേപോലെ തന്നെ അവർ സ്ഥിരമായിട്ട് ആ ഒരു വീട്ടിൽ വരുന്നൊരു സ്ത്രീയാണ്, ജോലിക്കാരിയാണ്. അപ്പോൾ അവരുടെ എന്താ പറയുക സസ്പെക്ട് ലിസ്റ്റിൽ ആദ്യം ഉണ്ടായിരുന്നത് അവർ തന്നെയായിരുന്നു. എന്നാൽ റാണിയെ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവർ അന്നത്തെ ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും പറയാണ്. പിന്നീട് പോലീസുകാർ അത് ക്രോസ് വെരിഫൈ ചെയ്തപ്പോൾ റാണി പറയുന്നതെല്ലാം സത്യമാണെന്ന് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ആ ഒരു ലിസ്റ്റിൽ നിന്ന് അവരുടെ പേര് വെട്ടുകയായിരുന്നു. അതിനുശേഷം പോലീസുകാർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് 10 ടീം ഫോം ചെയ്യുകയായിരുന്നു. അതേപോലെ തന്നെ അപ്പോഴത്തേനും ഗ്രേറ്റർ കൈലാഷിലുള്ളവരുടെ മകളും മറ്റുമൊക്കെ വിവരം അറിഞ്ഞ് നേരെ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പോലീസുകാർ അവരെയും ക്വസ്റ്റ്യൻ ചെയ്യുകയായിരുന്നു. അപ്പോൾ ലാസ്റ്റായിട്ട് എപ്പോഴാണ് പാരൻസിനെ കോൺടാക്ട് ചെയ്തതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുടെ അടുത്ത് ചോദിക്കുകയായിരുന്നു. അപ്പോൾ തലേ ദിവസം 8:30, അതായത് രാത്രി 8:30 ഇവർ പാരൻസിനെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാരൻസിന് അത്യാവശ്യം പ്രായമായതുകൊണ്ട് തന്നെ അവർക്ക് എന്താ പറയുക സ്മാർട്ട് ഫോണും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് അത്രത്തോളം വശമില്ല. സോ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു 23 വയസ്സുള്ള പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടിയായിരുന്നു ഇവരുടെ വീഡിയോ കോൾസും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നതും. അതേപോലെ തന്നെ ഇവർക്ക് ആർക്കെങ്കിലും കോൾ വിളിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുത്തിരുന്നതും ഒക്കെ. അപ്പോൾ പോലീസുകാർ ഇവരുടെ ഫോണും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാണ്. എന്നാൽ ഒറ്റ ഫോണും ആ ഒരു വീട്ടിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ആ വീട്ടിലെ ആളുകളുടെ കയ്യിൽ ടോട്ടൽ 4 ഫോണായിരുന്നു ഉണ്ടായിരുന്നത്. വിഷ്ണുവിൻ്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ശശി എന്ന് പറയുന്ന ആ സ്ത്രീയുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടിയുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവരുടെ ഒരു എക്സ്ട്രാ സ്മാർട്ട് ഫോൺ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ പാരൻസിനെയും മറ്റും വീഡിയോ കോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മകള് അവർക്കൊരു സ്മാർട്ട് ഫോണൊക്കെ വാങ്ങി നൽകിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സ്മാർട്ട് ഫോണും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിരുന്നത് ആ പെൺകുട്ടി തന്നെ ആയിരുന്നു. പിന്നെ പോലീസുകാർ നോക്കിയപ്പോൾ ഒരു കാര്യം അവർ ശ്രദ്ധിക്കുകയാണ്. ആ ഒരു പെൺകുട്ടിയെ വളരെ ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത്. പലതവണ ആ ഒരു പെൺകുട്ടിയെ കുത്തിയിട്ടുണ്ട്. അതായത് എന്താ പറയുക 10-30ഓളം സ്റ്റാബ് വൂൺസ് ആ ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു എൽഡേർലി കപ്പിളിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രമേ അവരുടെ ദേഹത്ത് ആ ഒരു പെൺകുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ വെട്ടേറ്റ പാടുകൾ ഉണ്ടായിരുന്നുള്ളൂ. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ പോലീസിന് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയോട് വിരോധമുള്ള ഈ പെൺകുട്ടിക്ക് അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും ഇത്തരത്തിലുള്ളൊരു കൃത്യം നടത്തിയതെന്നാണ്. അതായത് ആ ഒരു പെൺകുട്ടിയെ ടാർഗറ്റ് ചെയ്തിട്ട് ആ പെൺകുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിലോട്ട് വന്നിട്ടുണ്ടാവും. ഇത് മറ്റൊരു 2 പേരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവരെയും കൊലപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ അടുത്തതായിട്ട് ആരാണ് ആ ഒരു പെൺകുട്ടി എന്നുള്ളതായി അമിതയുടെ അടുത്തുള്ള പോലീസിൻ്റെ അടുത്ത ചോദ്യം. ഖുശ്ബു എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. അതായത് ഈ ശശിയുടെ നീഡ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്താ പറയുക മര്യാദക്ക് എഴുന്നേക്കാനോ നടക്കാനോ ഒക്കെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത്രയും പ്രായമായിട്ടുള്ള ആളുകളായിരുന്നു. പിന്നെ അച്ഛനാണെന്നുണ്ടെന്നുണ്ടെങ്കിലും രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെ നോക്കാനായിട്ട് ഒരു ഹോം നേഴ്സിനെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹോം നേഴ്സായിരുന്നു ഈ ഖുശ്ബു എന്ന് പറയുന്ന പെൺകുട്ടി. അപ്പോൾ ആ ഒരു പെൺകുട്ടിനെ കുറിച്ച് ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ വളരെ നല്ല പെൺകുട്ടിയാണെന്നും അതേപോലെ തന്നെ പാരൻസിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ആ ഒരു പെൺകുട്ടി ചെയ്യാറുള്ളതായിരുന്നുവെന്നും അതേപോലെ തന്നെ ഇത്രയും നാളുകളായിട്ട് യാതൊരു പ്രശ്നങ്ങളും ആ ഒരു പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നിട്ടില്ല എന്നുകൂടെ ആ ഒരു മകള് കൂട്ടിച്ചേർക്കുകയായിരുന്നു. അടുത്തതായിട്ട് ആ ഒരു വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മോഷണം പോയിട്ടുണ്ടോ എന്ന് പോലീസുകാർ നോക്കുകയാണ്. എന്നാൽ ഒന്നും തന്നെ എന്താ പറയുക ഔട്ട് ഓഫ് പ്ലേസ് ആയിരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ആ ഒരു വീട്ടിലെ അലമാരിയിൽ നിന്നും മറ്റോ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചു. കള്ളന്മാരാണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ മോഷ്ടിച്ചുകൊണ്ട് പോകുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള മോഷണമൊന്നും നടന്നിട്ടില്ല എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലോട്ടാണ് പോലീസുകാരെത്തിയത്. അങ്ങനെ പോലീസുകാർ ഈ ഒരു കേസ് അന്വേഷണം കൂടുതൽ ഊർജ്ജസ്വലമാക്കുകയാണ്. ഒരു ടീം പോലീസുകാർ ആ ഒരു ഏരിയയിലും ചുറ്റുവട്ടത്തുള്ള ഏരിയകളിലുമുള്ള കംപ്ലീറ്റ് CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാണ്.
അതേപോലെ തന്നെ ഒരു ടീം പോലീസുകാർ നേരെ റാണി എന്ന് പറയുന്ന അവിടുത്തെ വർക്കർ ഉണ്ടല്ലോ അവരുടെ വീട്ടിലോട്ടും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഏരിയകളിലൊക്കെ അന്വേഷിക്കാനായിട്ട് പോയി. വേറൊരു ടീം പോലീസുകാർ ഉത്തരാഖണ്ഡിലായിരുന്നു ഒരു ഖുശ്ബു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ സ്വന്തം വീട്, അങ്ങോട്ട് പോയിട്ടും ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പോലീസിന് ഒരു ഇൻഫോർമേഷൻ ലഭിക്കുന്നത് ഈ ഒരു ഖുശ്ബുവിന് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നുള്ളതായിരുന്നു അത്. അങ്ങനെ ഖുശ്ബുവിന്റെ ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ അന്നത്തെ ദിവസം രാത്രി ഏകദേശം 1 മണിക്കൂറോളം അവരുടെ ബോയ് ഫ്രണ്ടുമായിട്ട് അവർ സംസാരിച്ചതായിട്ടും പോലീസിനും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ ഒരു ബോയ് ഫ്രണ്ട് എങ്ങാനുമാണോ ഈ ഒരു കൊലപാതകത്തിന്റെ പിന്നിൽ എന്നുള്ളൊരു സംശയവും പോലീസിനുണ്ടായിരുന്നു. അയാൾ ഇടയ്ക്ക് ഖുശ്ബുവിനെ കാണാനായിട്ട് അങ്ങോട്ട് വരാറുണ്ടായിരുന്നതായിട്ട് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഈ നൈബേഴ്സിനെയും മറ്റുമൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത ആ ഒരു സമയത്ത്. അങ്ങനെ ഈ ഒരു പയ്യൻ്റെ ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഡൽഹിയിൽ തന്നെയുള്ള ഒരു റെന്റഡ് ഫ്ലാറ്റിലാണ് ആ ഒരു പയ്യൻ താമസിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചു. നിത്യം എന്നായിരുന്നു ആ ഒരു പയ്യൻ്റെ പേര്. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിലേറ്റീവ് ആയിരുന്നു ഈ ഒരു പയ്യൻ. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ത്രൂ ആണ് ഇവർ നന്നായിട്ട് പരിചയപ്പെടുന്നതും പിന്നീട് അടുക്കുന്നതും അതേപോലെ തന്നെ പ്രണയത്തിലാകുന്നതും. അപ്പോൾ ഇതിൻ്റെ പാരലായിട്ട് ഒരു ടീം പോലീസുകാർ CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ പോലീസുകാർ നോക്കുന്ന സമയത്ത് രാത്രി 8:30 ടൈമിൽ ഈ മകൾ പാരൻസിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ യാതൊരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ രാവിലെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞ ടൈമിൽ റാണി എന്ന് പറയുന്ന ആ ഒരു ഹൗസ് മെയ്ഡ് അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈം പീരീഡിലുള്ള ഫുട്ടേജും കാര്യങ്ങളും എല്ലാം തന്നെ പോലീസുകാർ പരിശോധിക്കുകയായിരുന്നു. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ത്രൂ പോലീസിന് ലഭിക്കുന്നത്. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബൈക്കിൽ ഒരു കപ്പിൾ വന്നിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കറുത്ത ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ മുഖവും കാര്യങ്ങളൊക്കെ മറച്ചിട്ടുണ്ടായിരുന്നു, ഹെൽമെറ്റും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ട് ആ ഒരു ബൈക്ക് നിർത്തുകയാണ്. അതിനുശേഷം ആദ്യം ആ ഒരു സ്ത്രീ ഇറങ്ങി നേരെ തന്നെ അവരുടെ ഫ്ലാറ്റിലോട്ട് കയറി പോകുന്നുണ്ട്. അതിനുശേഷം ഇയാൾ ബൈക്കൊക്കെ കുറച്ച് ഒതുക്കി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം ആ ഒരു സ്ത്രീ തിരിച്ചിറങ്ങി വരുന്നുണ്ട്. അതിനുശേഷം ഇയാളെയും കൊണ്ട് പിന്നെയും ആ ഒരു ഫ്ലാറ്റിൻ്റെ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അതിനുശേഷം വെളുപ്പിന് ഏകദേശം 2:30 ടൈമൊക്കെ ആയപ്പോഴാണ് അവർ രണ്ടുപേരും ആ ഒരു ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ആ സമയത്ത് അവരുടെ കയ്യിൽ എക്സ്ട്രാ ബാഗൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാർ അവരുടെ ആ ഒരു വണ്ടി നമ്പറോ കാര്യങ്ങളോ കിട്ടുമോ നോക്കായിരുന്നു. എന്നാൽ ക്യാമറയും കാര്യങ്ങളും അത്രയും ക്ലിയർ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു നമ്പറൊന്നും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പിന്നെ ഇവർ രാത്രി സമയത്ത് കറുത്ത ഡ്രസ്സ് ഇട്ട് വന്നതുകൊണ്ട് തന്നെ അവരുടെ മുഖവും കാര്യങ്ങളും എല്ലാം എന്നുണ്ടെങ്കിൽ അവരുടെ ഒന്നും തന്നെ പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ആകെപ്പാട് ഇവരുടെ ഒരു എന്താ പറയുക ബോഡി ലാംഗ്വേജും എന്താ പറയുക അവരുടെ ഒരു സ്ട്രക്ചറും മാത്രമേ പോലീസിന് ഇത്രത്തോളം CCTV പരിശോധിച്ചിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അടുത്തതായിട്ട് സസ്പെക്ട് ലിസ്റ്റിലുള്ള നിത്യം എന്ന് പറയുന്ന ഖുശ്ബുവിൻ്റെ ഫ്ലാറ്റിലോട്ട് പോലീസുകാർ എത്തുകയാണ്. അവിടെ എത്തി നോക്കിയപ്പോഴാണ് അതിലും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പോലീസുകാർ കാണുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിത്യം ആ ഒരു ഫ്ലാറ്റിൽ ഒറ്റക്കായിരുന്നില്ല താമസിക്കുന്നുണ്ടായിരുന്നത്. ആളുടെ കൂടെ വേറെ ഒരു സ്ത്രീയും താമസിക്കുന്നുണ്ടായിരുന്നു. യെസ്, ആളുടെ വേറൊരു ഗേൾ ഫ്രണ്ട് ആളുടെ കൂടെ ആ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ആളുടെ മറ്റൊരു ഗേൾ ഫ്രണ്ട് ആയിരുന്നു ഈ ഒരു ഖുശ്ബു. അതുപോലെ തന്നെ ഖുശ്ബുവിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരു ടീം പോലീസുകാർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു നിത്യവുമായിട്ടുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളും എല്ലാം തന്നെ അവരുടെ ഫാമിലിക്ക് അറിയായിരുന്നു. ഇവരുടെ കല്യാണമൊക്കെ നടക്കാനിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇതൊക്കെ സംഭവിച്ചത്. പോലീസുകാരെത്തുമ്പോൾ വേറൊരു സ്ത്രീയെ കാണുന്നതും. പിന്നെ വേറൊരു കോയിൻസിഡൻസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഒരു വൈകുന്നേരം 8:30 ടൈമൊക്കെ ആയപ്പോൾ ആളുടെ ഫോൺ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. 8:30 ഒക്കെ കഴിഞ്ഞ സമയത്ത് ആളുടെ ഫോൺ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ സമയത്താണ് ആളുടെ ഫോൺ തിരിച്ച് സ്വിച്ച് ഓൺ ആകുന്നത്. അതുപോലെ തന്നെ ആളുടെ ഗേൾ ഫ്രണ്ടിൻ്റെ ഫോണും ആ സമയത്ത് സ്വിച്ച് ഓഫ് ആയിരുന്നു. പോലീസുകാർ നോക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് അലൈൻ ആവുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ നൈസായിട്ട് നേരെ അങ്ങോട്ട് ചെന്നിട്ട് ആ ഒരു ഖുശ്ബുവിനെ കൊലപ്പെടുത്താമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ ഒരു ഫ്ലാറ്റിലോട്ട് കയറിയിട്ടുണ്ടാവാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഓൾറെഡി ആൾക്ക് വേറൊരു റിലേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ത്രീയെ ഒഴിവാക്കാനായിട്ട് വേറെ മാർഗ്ഗമില്ലാത്തത് കൊണ്ട് നേരെ അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവാം. അതിനുശേഷം ഈ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ സമയത്ത് ആ ഒരു എൽഡർലി കപ്പിളെ കണ്ടിട്ടുണ്ടാവാം. ആ ഒരു സമയത്ത് അവരെയും ഇല്ലാതാക്കിയിട്ട് ഇവർ രണ്ടുപേരും കടന്നു കളഞ്ഞിട്ടുണ്ടാകാം എന്നുള്ള ആ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനത്തിലോട്ട് പോലീസുകാർ എത്തുകയാണ്. എന്നാൽ ഇവർ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇവർ പറഞ്ഞ സ്റ്റോറി വേറെയായിരുന്നു. ഈ ഒരു നിത്യം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളൊരു കമ്പനിയിൽ ഗ്രാഫിക് ഡിസൈനർ ആയിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് അതിനുശേഷം പിന്നെയും എന്താ പറയുക ഓഫീസിലത്തെ കോളുകൾ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അന്ന് ആൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയായിരുന്നു. അതിനുള്ള വേറൊരു കാരണം ആൾ പറഞ്ഞെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നൊരു ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് മാച്ച് ആയിരുന്നു അത് വേറൊരു തലവേദന ഇല്ലാണ്ട് ശാന്തമായിട്ട് സമാധാനമായിട്ടിരുന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് താൻ തൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതെന്നായിരുന്നു ആള് പറഞ്ഞത്. അതുപോലെ തന്നെ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം വേറെ ഫ്ലാറ്റിൽ നിന്ന് ആൾ പുറത്തു പോയിട്ടില്ല എന്നുള്ളതും ആ ഒരു കൊലപാതകവും തങ്ങൾക്കും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതും ഈ ഒരു പയ്യൻ പറയുകയായിരുന്നു. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ അടുത്തായി പോലീസിന്റെ അടുത്ത ചോദ്യം,
അപ്പോൾ ഈ പയ്യൻ്റെയും പെൺകുട്ടിയുടെയും എല്ലാവരുടെയും ഫോൺ ഒരു കോയിൻസിഡൻസിൽ സ്വിച്ച് ഓഫ് ആയി പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് വിശ്വസിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് എന്തിനാണ് അന്നത്തെ ദിവസം ആ ഒരു സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ മറുപടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോൺ പോസ്റ്റ് പെയ്ഡ് ആയിരുന്നു, അതിൽ നിന്ന് അവർ പ്രീപെയ്ഡിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ കുറച്ച് നേരം നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല, അതാണ് സംഭവിച്ചത്, അല്ലാതെ താൻ തൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു അവരുടെ മറുപടി. അങ്ങനെ അടുത്തതായിട്ട് പോലീസുകാർ ഈ ഒരു പയ്യൻ്റെ അടുത്ത് അന്നത്തെ ക്രിക്കറ്റ് കളിയിൽ നടന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ആ പയ്യൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം ബാറ്റ് ചെയ്തത് ഇന്ത്യയാണ്, 224 റൺ എടുത്തിട്ടുണ്ടായിരുന്നു. കോഹ്ലിയും അതേപോലെ തന്നെ കേദാർ ജാദവും 50 അടിച്ചു. അതേപോലെ തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് മുഹമ്മദ് നബി 50 അടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആൾ 3 വിക്കറ്റ് എടുക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് മുഹമ്മദ് ഷമി 3 വിക്കറ്റ് എടുത്തു. അതേപോലെ തന്നെ ബുംറ 3 വിക്കറ്റ് എടുത്തു. മാൻ ഓഫ് ദ മാച്ച് ബുംറ ആയിരുന്നു. പിന്നെ വെറും 11 റണ്ണിന് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ത്യ ജയിച്ചത്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പയ്യൻ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ അവർ ഇറങ്ങിയതിൻ്റെ പോയതിൻ്റെ CCTV വിഷ്വൽസും അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം തന്നെ വെച്ചിങ്ങേറ്റ് പോലീസുകാർ നോക്കിയപ്പോൾ അവർ പറയുന്നത് സത്യമാണെന്ന് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. യെസ്, ആ ഒരു ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതും മറ്റേ പെൺകുട്ടിയുടെ ഫോൺ ഇതേപോലെ തന്നെ സിഗ്നൽ ഇല്ലാതിരുന്നതൊക്കെ ഒരു കോയിൻസിഡൻസ് ആണ് എന്നുള്ളൊരു നിഗമനത്തിലോട്ട് പോലീസുകാർ എത്തുകയാണ്. അങ്ങനെ അവരെ ആ ഒരു സസ്പെക്ട് ലിസ്റ്റിൽ നിന്ന് ക്ലിയർ ചെയ്യുകയായിരുന്നു. അടുത്തതായിട്ട് പോലീസിന് സംശയം ഉണ്ടായിരുന്നത് രൺവീർ എന്ന് പറയുന്ന ഒരാളെ ആയിരുന്നു. ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലപ്പെട്ട ദമ്പതികളുടെ മരുമകനായിരുന്നു. യെസ്, അമിതയുടെ ഭർത്താവ്. അപ്പോൾ ആളും അതേപോലെ തന്നെ വിഷ്ണുവും തമ്മിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഇവർ താമസിച്ചിരുന്ന ഫ്ലാറ്റൊക്കെ വിൽക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവർ കുറച്ച് ബ്രോക്കേഴ്സിനെയും റിയൽ എസ്റ്റേറ്റ് ഏജൻസിനെയും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതറിഞ്ഞിങ്ങായിട്ട് അമിതയുടെ ഭർത്താവായിട്ടുള്ള രൺവീർ വന്നിങ്ങായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ആ ഒരു ഫ്ലാറ്റ് വിൽക്കുന്നത്? എനിക്ക് കുട്ടികളൊക്കെ ഉണ്ട്, കുട്ടികൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും വേണ്ടേ? നിങ്ങൾക്കിപ്പോൾ ഇത്രയും പ്രായമായി, പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സുഖമായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫ്ലാറ്റ് ഭാവിയിൽ നിങ്ങളുടെ മകൾക്ക് കിട്ടുന്നതിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? നിങ്ങൾ എന്തിനാണ് വിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചിങ്ങായിട്ട് ആ ഒരു സ്വത്തിൻ്റെ പേരിൽ ഇവർ തമ്മിൽ ചെറിയ ക്ലാഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലീസുകാർ കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ അന്നത്തെ ദിവസം ആളും ആളുടെ വൈഫും പിന്നെ അവരുടെ സ്വന്തം വീട്ടിലായിരുന്നു എന്നുള്ളതും പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് അയാൾ ആ ഒരു കേസുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒന്നും തന്നെ പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പിന്നെ അങ്ങോട്ട് വന്ന ആ ഒരു കൊലപാതകം നടത്തിയത് ഒരു പുരുഷനും സ്ത്രീയുമാണ്. പിന്നെ പോലീസുകാർ ഒരുപാട് CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ അവർ അത്യാവശ്യം ഒരു 40 വയസ്സോളം പ്രായമുള്ള ആളുകളാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, ഒരു ഖുഷ്ബുവിൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെയും ആളുടെ വേറെ ഗേൾ ഫ്രണ്ടിൻ്റെയും കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആകെപ്പാട് ഒരു 20-25 വയസ്സേ പ്രായമുള്ളൂ. അതുകൊണ്ട് തന്നെ അവരാദ്യം തന്നെ നേരെ റൂൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ കാര്യം പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതും പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ വേറെ ആരോ ആണ് എന്നുള്ളൊരു ഇതിലോട്ട് പോലീസുകാർ എത്തുകയാണ്. അതെന്താൽ ആരാണ് എന്നുള്ളത് കണ്ടെത്താനായിട്ട് പോലീസ് എങ്ങനെയൊക്കെ ആലോചിച്ചിട്ടും ആ ഒരു സമയത്ത് അവർക്ക് യാതൊരു ലീഡും കിട്ടിയില്ല. അങ്ങനെ ഈ ഒരു ട്രിപ്പിൾ മർഡർ കേസിൽ യാതൊരു പുരോഗതിയും ഇല്ലാതെ പോലീസുകാർ സ്റ്റക്കായി നിൽക്കുമ്പോഴാണ് പോലീസിന് ഒരു അടി കിട്ടുന്നത്. യെസ്, ആ ഒരു കേസ് ക്രൈം ബ്രാഞ്ചിന് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. അങ്ങനെ ക്രൈം ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഈ ഒരു കേസ് ഏറ്റെടുക്കുകയാണ്. അതിനുശേഷം അവർ ഇതേപോലെ തന്നെ ആദ്യം തുടങ്ങിയിട്ട് ആ കേസ് രണ്ടാമത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അവർ ഒരു അമിതയുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ, ആരെങ്കിലും ഇത് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതൊക്കെ ചോദിച്ചപ്പോൾ തൻ്റെ പേരൻസിന് യാതൊരു തരത്തിലുള്ള ശത്രുക്കളും ഇല്ല എന്നുള്ളതായിരുന്നു അമിത പറഞ്ഞ മറുപടി. അപ്പോൾ അടുത്തതായിട്ട് ക്രൈം ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ചോദിച്ചു, ഇനി ശത്രു ഒന്നും ആവണമെന്നില്ല, എന്നാലും റീസെൻറ്റ് ടൈംസിൽ വേറെ ആരെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് നിങ്ങളുടെ വീട്ടിലോട്ട് വരിക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴാണ് അവർ ഒരു കാര്യം റീകളക്ട് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, അതായത് ഒരു ജൂൺ 17 ആ ഒരു സമയത്ത് ഇവരുടെ അച്ഛനും അമ്മനെയും വീഡിയോ കോൾ ചെയ്തതായിരുന്നു. അപ്പോൾ വേറൊരാൾ കൂടെ ഇവരുടെ അടുത്ത് ആ ഒരു കോളിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാരായിരുന്നു എന്ന് പോലീസുകാർ ചോദിച്ചപ്പോൾ പ്രീതി ഷെറാവത്ത് എന്നാണ് ആ ഒരു സ്ത്രീയുടെ പേരെന്നും ആ സ്ത്രീയുടെ അമ്മയും അതേപോലെ തന്നെ തൻ്റെ അമ്മയും ഒരേ സ്ഥലത്താണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവർ ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെയുള്ളൊരു പരിചയമാണ്. ചെറുപ്പത്തിലെ ആ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടൊക്കെ ഉള്ളതാണ്. ആ ഒരു വീഡിയോ കോളിൻ്റെ ഇടയിൽ എന്താ പറയുക, ഞാൻ ഇതേപോലെ തന്നെ ഇതിലൂടെ വന്ന സമയത്ത് അങ്കിളിനെ ആൻറ്റിനെ കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറിയതാണെന്നുള്ള തരത്തിലായിരുന്നു അവർ പറഞ്ഞത്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവർ പോലീസുമായിട്ട് ഷെയർ ചെയ്യുകയായിരുന്നു. അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥർ നോക്കുമ്പോൾ ആദ്യം തന്നെ സസ്പെക്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അവിടുത്തെ വീട്ടുജോലിക്കാരിയായ റാണിയായിരുന്നു. അതിനുശേഷം ഖുഷ്ബുവിനെ കൊല്ലാനായിട്ട് ആരെങ്കിലും വന്നതാണോ എന്നുള്ള ഒരു ആംഗിളിൽ പോലീസ് അന്വേഷിച്ചപ്പോഴാണ് നേരെ ഖുഷ്ബുവിൻ്റെ ബോയ് ഫ്രണ്ടിലോട്ടും അതേപോലെ തന്നെ ആളുടെ വേറെ ഗേൾ ഫ്രണ്ടിലോട്ടും പോലീസുകാർ എത്തുന്നത്. എന്നാൽ അവരല്ല എന്നുള്ളതും പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം പോലീസുകാർ സംശയിച്ചത് അവരുടെ സ്വന്തം വീട്ടുകാരെയായിരുന്നു. എന്നാൽ അവരും അല്ല എന്നുള്ളത് പോലീസിന് കൺഫേം ആവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്താ പറയുക, പുതിയൊരു ക്യാരക്ടർ എൻട്രി ആവുന്നത്. അപ്പോൾ ഈ ഒരു പ്രീതിയെക്കുറിച്ച് ഇങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയോ എന്നുള്ളത് അമിതയുടെ അടുത്ത് പോലീസുകാർ ചോദിക്കുകയാണ്. എന്നാൽ അവരെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്നും തന്നെ ഇവർക്ക് അറിയായിരുന്നില്ല. ജസ്റ്റ്
തൻ്റെ അമ്മയുടെ സുഹൃത്തിൻ്റെ മകളാണെന്നുള്ളത് അറിയാമെന്നുള്ളതല്ലാതെ അവരെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അവരെവിടെയാണ് താമസിക്കുന്നത്, എന്താണ് അവരുടെ ജോലി, ഒന്നും തന്നെ ഇവർക്ക് ഒന്നും അറിയില്ലായിരുന്നു അവരെക്കുറിച്ച്. അപ്പോൾ അവരാരാണ്, എന്താണ്, ഏതാണ്, എവിടെ നിന്നാണ് വന്നതെന്നുള്ളതിനെ കുറിച്ചൊന്നും യാതൊരു ക്ലൂ ഇല്ലാതെ പോലീസുകാരിരിക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത്. യെസ്, വിഷ്ണുവിൻ്റെ കാണാതായ ഫോൺ ജസ്റ്റ് ഒന്ന് ഓണായിട്ട് ഓഫ് ആവുകയാണ്. വെറും ഒരു കുറച്ച് സെക്കൻഡ്സ് മാത്രമേ ഒരു ഫോൺ ഓൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും ടവർ ലൊക്കേഷനും ബാക്കിയുള്ള ലൊക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പോലീസിന് ആ ഒരു സമയം കൊണ്ട് തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചു. നേരെ തന്നെ പോലീസുകാർ അങ്ങോട്ട് എത്തുകയും ചെയ്തു. ഗുഡ്ഗാവുള്ളൊരു ഹോട്ടലിലോട്ടായിരുന്നു പോലീസുകാർ ചെന്നെത്തിയത്. അവിടെ എത്തി പോലീസുകാർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ ഭാര്യയും ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് ഒരു കപ്പിൾ ഇവിടെ വന്ന് റൂം എടുത്തതായിട്ട് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ അവർ റൂം എടുത്തപ്പോൾ കൊടുത്ത ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ പോലീസിന് വേറൊരു ഫോൺ നമ്പറും കൂടെ കിട്ടുകയാണ്. ആ ഒരു ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്തപ്പോൾ അത് അവിടെ നിന്ന് മാറിയിട്ടുള്ള ഗുഡ്ഗാവ് ഏരിയയിൽ തന്നെയുള്ള വേറൊരു ഹോട്ടലുണ്ട് എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. നേരെ തന്നെ പോലീസ് ടീം ആ ഒരു ഹോട്ടൽ ലക്ഷ്യമാക്കി പുറപ്പെടുകയായിരുന്നു. പോലീസുകാർ നേരെ അങ്ങോട്ട് എത്തുകയാണ്. അപ്പോൾ അവിടെ ആ ഒരു ഹോട്ടൽ മുറിയിൽ പ്രീതിയും മനോജ് എന്ന് പറയുന്ന വേറൊരാളുണ്ടായിരുന്നു. നേരെ തന്നെ പോലീസുകാർ അവരെ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. അപ്പോൾ അവരുടെ ദേഹത്തും മറ്റോ കുറേ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ കയ്യിൽ വേറെയും ഗോൾഡ് ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ അമിതയെ കാണിച്ചപ്പോൾ ഇതൊക്കെ തൻ്റെ അമ്മയുടെ ഓർണമെൻറ്റ്സ് ആണ് എന്നുള്ള കാര്യം അവർ കൺഫേം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ആ ഒരു വീട്ടിൽ നിന്ന് കാണാതായ 4 മൊബൈൽ ഫോൺസും ഇവരുടെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു CCTV വിഷ്വലിലത്തെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളും ഇവരുടെ ഇതൊക്കെ മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇത് കറക്റ്റായിട്ട് മാച്ച് ആകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ക്രൈം കമ്മിറ്റ് ചെയ്തത് അവർ തന്നെയാണെന്ന് പോലീസിന് തീർച്ചയാവുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുത്തങ്ങായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവർ പോലീസിൻ്റെ അടുത്ത് തുറന്നു പറയുന്നത്. ഈ ഒരു പ്രീതി ഹോട്ടൽ മാനേജ്മെൻ്റ് ആയിരുന്നു പഠിച്ചത്. 1997 ഇവർ കോഴ്സൊക്കെ കഴിഞ്ഞിറങ്ങിയത്. അതിനുശേഷം ഇവർ മണാലിയിലോട്ട് പോയിട്ട് അവിടെ ഒരു ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യായിരുന്നു. ആ സമയത്താണ് കപിൽ എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുന്നതും അയാളുമായിട്ട് പ്രണയത്തിലാകുന്നതും പിന്നീട് വിവാഹം കഴിക്കുന്നതും. ആ ഒരു വിവാഹബന്ധത്തിൽ ആൾക്ക് ഒരു കുഞ്ഞ് പിറക്കുകയാണ്. എന്നാൽ കുറച്ച് നാളെ ആ ഒരു ബന്ധം മര്യാദക്ക് മുന്നോട്ട് പോയുള്ളൂ. അതിനുശേഷം ഇവർ രണ്ടുപേർക്കും ഇടയിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരും ഡിവോഴ്സ് ആവുകയും ചെയ്തു. ആ ഒരു കുഞ്ഞാണെന്നുണ്ടെങ്കിൽ കപിലിൻ്റെ കൂടെ പോവുകയും ചെയ്തു. അതിനുശേഷം പ്രീതി 2000 നിക്കോളാസ് എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുകയായിരുന്നു. അയാളുമായിട്ട് ഇതേപോലെ തന്നെ പ്രണയത്തിലാവുമായിരുന്നു. പിന്നീട് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയിട്ട് ഇവർ രണ്ടുപേരും വിവാഹിതരാവുകയും ചെയ്തു. ആ ഒരു വിവാഹബന്ധത്തിൽ ഇവർക്ക് 2 കുട്ടികൾ ഉണ്ടാവുകയാണ്, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും. എന്നാൽ ഒരു 2004 ടൈമൊക്കെ ആയപ്പോൾ ഇവർക്കിടയിലും ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഡിവോഴ്സ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ ഇവർക്ക് ഈ 2 കുട്ടികളെയും നോക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു. അപ്പോൾ അത്രയും ഫൈനാൻഷ്യലി വെൽ സെറ്റിൽഡ് ഒന്നും ആയിരുന്നില്ലല്ലോ ഇവർ. അതുകൊണ്ട് തന്നെ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ പെൺകുട്ടിയെ നേരെ തൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് ഏൽപ്പിക്കുകയായിരുന്നു. ഇവരും അതേപോലെ തന്നെ ഈ ഒരു ആൺകുട്ടിയും കൂടെ ഇവരുടെ സ്വന്തം പാരൻസിൻ്റെ അടുത്ത് താമസിക്കാനും തുടങ്ങി. അതിനിടയിൽ ഇവർ ഹോട്ടൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ വൃത്തിക്ക് പൊട്ടുകയാണ്. അപ്പോഴാണ് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് റിയൽ എസ്റ്റേറ്റ് പരിപാടി നോക്കാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ഒരു റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ തന്നെയുള്ള വേറൊരാൾ ഇവർ പരിചയപ്പെടുന്നത്. അയാൾ വേറെ ആരും ആയിരുന്നില്ല, ഈ ഒരു മനോജായിരുന്നു. അങ്ങനെ പിന്നെ അയാളുമായിട്ടൊരു പ്രണയത്തിലാവുകയാണ്. പിന്നെ ആളുമായിട്ട് ഒരു ലിവിങ് റിലേഷൻഷിപ്പിലാവുകയും ചെയ്തു. ഈ മനോജിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആള് വേറൊരു കേസിൽ ജയിലിൽ പോയിട്ട് വന്ന ഒരാളായിരുന്നു. അതും സാധാരണ ഒരു കേസായിരുന്നില്ല, ഒരു കൊലക്കേസിൽ തന്നെയായിരുന്നു. അതായത് ആള് ഒരു ദിവസം ഹോസ്പിറ്റലിലോട്ട് ആളുടെ ഭാര്യനെയും കൊണ്ടുവരികയാണ്. അപ്പോൾ അവർ അനങ്ങുന്നുണ്ടായിരുന്നില്ല. ഡോക്ടേഴ്സും മറ്റൊക്കെ പരിശോധിച്ചപ്പോൾ അവരുടെ കഴുത്തിലും പാടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ചുണ്ടിലും മറ്റൊക്കെ പാടുകളുണ്ടായിരുന്നു. അപ്പോൾ പോലീസിനും മറ്റൊക്കെ ഇൻഫോർമേഷൻ കൊടുക്കുകയാണ്. ആ ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പോലീസുകാർ അറസ്റ്റ് ചെയ്യാണ്. ഇയാൾ ആദ്യം അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ഇതേപോലെ തന്നെ എന്താ പറയുക, ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് തൻ്റെ വൈഫിനെ കൊന്നതാണെന്ന് ആദ്യ സമയത്ത് ആൾ സമ്മതിക്കുകയാണ്. എന്നാൽ കോടതിയിലെത്തിയിട്ട് അയാളത് മാറ്റി പറയാണ്. പിന്നെ വ്യക്തമായിട്ടുള്ള തെളിവുകളും മറ്റൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ അയാൾക്ക് ജാമ്യവും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഈ ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ പരിപാടികളും മറ്റൊക്കെ നടത്തുന്നതിൻ്റെ ഇടയിലാണ് ആൾ പ്രീതിയെ കാണുന്നതും പരിചയപ്പെടുന്നതും പിന്നീട് പ്രണയത്തിലാകുന്നതും. പിന്നെ ഇവർ രണ്ടുപേരും കൂടെയും ഗുഡ്ഗാവിൽ ഒരു PG ഹോസ്റ്റൽ നടത്താനുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തുകയാണ്. അങ്ങനെ അത് തുടങ്ങി, അതും പൊട്ടി. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരും കൂടെ റെസ്റ്റോറൻറ്റ് വീണ്ടും നടത്തി, അതും പൊട്ടി. അപ്പോൾ ഒരുപാടധികം പൈസയും കാര്യങ്ങളൊക്കെ ലോസ് വന്നു. അതേപോലെ തന്നെ ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് ഇവർ രണ്ടുപേരും എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്.
പിന്നെ ഇവർ രണ്ടുപേരും നന്നായിട്ട് മദ്യപിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അങ്ങനെ മദ്യപിച്ച് ഇവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ രണ്ടുപേരുടെ കയ്യിലും പൈസ ഇല്ല. ഇനിയിപ്പോൾ നല്ല രീതിയിൽ പൈസ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ജീവിതവും കാര്യങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പം അങ്ങനെയെങ്കിലും കുറച്ച് കാശ് ഉണ്ടാക്കണം. അതിന് ഏത് വളഞ്ഞ വഴി വേണമെങ്കിലും സ്വീകരിക്കാം. നിൻ്റെ ഏതെങ്കിലും റിലേറ്റീവ്സോ മറ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ അടിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഈ ഒരു പ്രീതിയുടെ അടുത്ത് ഇയാൾ ചോദിക്കുകയാണ്. എന്നാൽ പ്രീതി എത്ര അന്വേഷിച്ചിട്ടും പൈസ തട്ടാൻ പറ്റുന്ന ആരെയും അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഇവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു ഏരിയയിൽ നമുക്ക് പൈസ മോഷ്ടിക്കാനായിട്ട് പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ആലോചിച്ചിരിക്കുമ്പോഴാണ് ആ ഒരു ഫാമിലിയുടെ ചിന്ത ഇവരുടെ മനസ്സിൽ വരുന്നത്. യെസ്, പ്രീതിക്കറിയായിരുന്നു മധുർ ഫാമിലി നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലിയാണെന്ന്. അവരുടെ കയ്യിൽ എന്തായാലും അത്യാവശ്യം ഗോൾഡും ഉണ്ടാവും, വീട്ടിൽ ക്യാഷും ഉണ്ടാവും. നൈസായിട്ട് പഴയ പരിചയത്തിൻ്റെ പുറത്ത് അങ്ങോട്ട് ചെന്നിങ്ങായിട്ട് നമുക്ക് അവരുടെ കയ്യിൽ നിന്നത് മോഷ്ടിക്കാമെന്നുള്ള ആ ഒരു തീരുമാനത്തിലോട്ട് ഇവർ എത്തുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരെ തന്നെ ഒരു ദിവസം ഈ ഒരു സ്ത്രീ ആ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുന്നത്. ഇവിടെ കുറച്ച് പരിപാടികളായിട്ട് വന്നതാണ്. അപ്പോഴാണ് നിങ്ങളിവിടെ ഉണ്ടല്ലോ, അപ്പോൾ എന്തായാലും അങ്കിൾ ആൻറ്റിനെ കാണാനായിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് കയറിയതാണെന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം അവരവിടെ സ്പെൻഡ് ചെയ്തു. ആ ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് അവർ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി. അന്നത്തെ ദിവസമായിരുന്നു ഇതേപോലെ തന്നെ ഇവരുടെ മകളെ വിളിച്ചപ്പോൾ ഇവർ വീഡിയോ കോളിൽ സംസാരിച്ചിട്ടും ഉണ്ടായിരുന്നത്. അതിനുശേഷം അന്ന് പിന്നെ അവരൊന്നും ചെയ്തില്ല, നേരെ അവിടെ നിന്ന് പോയി. അതിനുശേഷം കറക്റ്റായിട്ട് എങ്ങനെ ഒരു ക്രൈം എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് ഇവർ രണ്ടുപേരുടെ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് നേരെ അവർ അങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ ഓൾറെഡി ഇവർ പ്ലാൻ ചെയ്തത് പ്രകാരം കറുത്ത ഡ്രസ്സായിരുന്നു ഇവർ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ CCTVയിലൊന്നും പെട്ടെന്ന് പിടിക്കില്ലല്ലോ. അതേപോലെ തന്നെ ഇവർ വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഓൾട്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസുകാർ പിടികൂടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇവർ ആ ക്രൈം നടന്നത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു സ്ത്രീ നേരെ ആ ഒരു വീട്ടിലോട്ട് കയറി. അപ്പോഴത്തേനും ഒരു മരുന്നൊക്കെ കഴിച്ച് കിടക്കാനുള്ളൊരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാനിവിടെ നിന്നോട്ടെ, എന്തായാലും ഞാൻ കുറച്ച് വർക്കായിട്ട് വന്നാണ്, എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്, ഞാൻ ആളെയും കൂടെ വിളിച്ചോട്ടെ എന്ന് ഈ ഒരു പ്രായമായിട്ടുള്ള കപ്പിളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർക്ക് എന്താ പ്രശ്നം, വിളിച്ചോ, നിങ്ങളിവിടെ ഇന്നത്തെ ദിവസം താമസിച്ചോ എന്നുള്ള രീതിയിൽ അവർ പറയാണ്. അങ്ങനെയാണ് ഈ ഒരു മനോജ് കൂടെയും ആ ഒരു വീട്ടിലോട്ട് കയറി വരുന്നത്. അതിനുശേഷം ഇവർ രണ്ടുപേരും അവിടെ ഇരുന്നിങ്ങായിട്ട് ആ ഒരു പെപ്സി കുടിക്കാനായിട്ട് തുടങ്ങി. പെപ്സി ആയിരുന്നില്ല, അതിൽ മദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ബീഡി വലിക്കാനും സിഗരറ്റ് വലിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഖുശ്ബു എന്ന് പറയുന്ന സ്ത്രീയുടെ അടുത്ത് അടുക്കളയിലോട്ട് പോയിട്ട് വെള്ളം എടുത്തുകൊണ്ട് വരാനായിട്ട് ഇവർ പറയാണ്. ഇപ്പോൾ ഖുശ്ബു നേരെ അടുക്കളയിലോട്ട് പോയപ്പോൾ ഈ പ്രീതി മനോജിൻ്റെ അടുത്ത് കണ്ണുകൊണ്ട് കാണിക്കുകയാണ്. അപ്പോൾ മനോജ് ഒളിപ്പിച്ച് വെച്ച കത്തിയെടുത്ത് നേരെ ഈ ഒരു ഖുശ്ബുവിൻ്റെ പിന്നാലെ പോവാണ്. അടുക്കളയിൽ വെച്ചിങ്ങായിട്ട് ആ ഒരു പെൺകുട്ടിയെ മൂക്കും വായും പൊത്തി പിടിച്ചിങ്ങായിട്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഒരുപാട് തവണ കുത്തിയായിരുന്നു ഖുശ്ബുവിനെ ആൾ കൊലപ്പെടുത്തിയത്. അതിനുശേഷം നേരെ തന്നെ ആ ഒരു വയസ്സായ ദമ്പതികൾ കിടന്നുറങ്ങുന്ന മുറിയിലോട്ട് പോവുകയായിരുന്നു. അവരെയും ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു. ആദ്യം തന്നെ കൊലപ്പെടുത്തിയത് വിഷ്ണുവിനെ ആയിരുന്നു. അയാൾക്കാണല്ലോ കുറച്ചുകൂടെ ആരോഗ്യമുള്ളത്. മറ്റേ സ്ത്രീക്ക് എന്തായാലും നടക്കാൻ പോലും മര്യാദക്ക് പറ്റില്ല. അപ്പോൾ ആദ്യം വിഷ്ണുവിനെ കൊലപ്പെടുത്തി. അതിനുശേഷം ആ ഒരു എന്താ പറയുക ശാശി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെയും കൊലപ്പെടുത്തി. അതിനുശേഷം അവരവിടെ ഉണ്ടായിരുന്ന അലമാരയിൽ നിന്നും മറ്റും പണങ്ങളും കാര്യങ്ങളൊക്കെ മോഷ്ടിച്ചു. പിന്നെ ഗോൾഡ് എല്ലാം തന്നെ എടുത്തു. ഗോൾഡ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു തെളിവ് അവർ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഗോൾഡ് വെച്ചിരുന്ന ബോക്സ് അടക്കം അവർ എടുത്തുകൊണ്ട് പോവുമായിരുന്നു. പിന്നെ ഇതൊരു മോഷണമല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ അവർ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ആ ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ഫിംഗർ പ്രിൻസും മറ്റൊന്നും വരാത്ത രീതിയിൽ അവർ ക്ലിയർ ചെയ്യായിരുന്നു. പിന്നെ അവർ ഏകദേശം ഒരു 2:30 ആയപ്പോൾ ഈ കൃത്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം സ്ഥലം വിടുകയും ചെയ്തു. പിന്നെ പിറ്റേ ദിവസം അവർ നേരെ തന്നെ സ്വർണം പണയം വെക്കുന്ന ഒരു കടയിൽ പോയിട്ട് കുഞ്ഞിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിങ്ങായിട്ട് കുറച്ച് ഗോൾഡും കാര്യങ്ങളൊക്കെ പണയം വെച്ചിങ്ങായിട്ട് ഒരു 1.5 ലക്ഷം രൂപ വാങ്ങുകയാണ്. അതിനുശേഷം അവർ നേരെ തന്നെ ആദ്യം താമസിച്ചിരുന്ന ഹോട്ടലും കാര്യങ്ങളൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് വേറൊരു ഹോട്ടലിലോട്ട് പോവാണ്. എന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ അവരൊരു മണ്ടത്തരം കാണിച്ചു. അതാണ് വിഷ്ണുവിൻ്റെ ഫോൺ ഓണാക്കിയത്. ഓണാക്കി ഉടനെ തന്നെ അവർക്ക് മണ്ടത്തരം മനസ്സിലായി. എന്തായാലും പോലീസുകാർ ആ ഒരു ഫോൺ ട്രാക്ക് ചെയ്ത് പിന്നാലെ വരുമെന്നുള്ളത്. അപ്പോൾ തന്നെ അവർ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തു. അതായത് ഏതാനും സെക്കൻഡുകൾ മാത്രമേ ആ ഒരു ഫോൺ ഓണായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ പോലീസിന് അത് മതിയല്ലോ. കറക്റ്റായിട്ട് പോലീസുകാർ അവരെ ട്രാക്ക് ചെയ്യുകയായിരുന്നു. അതേപോലെ തന്നെ അവരെ പിടികൂടുകയും ചെയ്തു. അതിനുശേഷമുള്ള ഇൻവെസ്റ്റിഗേഷനിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത്. എന്തൊക്കെയാണെങ്കിലും എത്ര പെർഫെക്റ്റ് ആയിട്ട് അവർ ക്രൈം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ അവസാനം അവരെ പിടികൂടി അഴിക്കകത്താക്കുക തന്നെയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.